നമസ്തേ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന ആ നിമിഷം സംഭവിച്ചു. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നടൻ, നമ്മുടെ സ്വന്തം മമ്മൂക്ക രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മഭൂഷൺ സ്വീകരിച്ചു. ഇതിനെ തുടർന്നുള്ള ചർച്ചകളാണല്ലോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടക്കുന്നത്. ആ ചിത്രം കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നിയത്? സത്യത്തിൽ എനിക്ക് തോന്നിയത് അധികാരത്തിന്റെ ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരാൾ ഏറ്റവും എളിമയോടുകൂടി ഏറ്റവും വലിയ ബഹുമതി സമർപ്പിക്കുന്നു. അത് സമർപ്പിക്കുന്ന ആള്, അത് ഏറ്റുവാങ്ങുന്നയാളും കലയ്ക്ക് വേണ്ടി പൂർണ്ണമായും തന്നെ തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരു നടൻ. അദ്ദേഹം അതിലേറെ വിനയാന്വിതനായിട്ട് അത് ഏറ്റുവാങ്ങുന്നു. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ആ കടന്നു പോയത്. മമ്മൂട്ടിയുടെ ഓരോ ചലനത്തിലും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലുമൊക്കെ കണ്ടത് എളിമയും ആ രാജ്യം തന്നെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നതിലുള്ള സന്തോഷവും കൃതജ്ഞതയും ഒക്കെ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലും ചില ചൊറിച്ചിലുകൾ വന്നിട്ട് ചൊറിയുന്നുണ്ട്. ഇതാണ് സഹിക്കാൻ കഴിയാത്തത്. അദ്ദേഹത്തിന്റെ ഈ വീഡിയോ ദൃശ്യങ്ങളും പോസ്റ്റുകളും ഒക്കെ വരുമ്പോഴും അതിനൊക്കെ അടിയില് അതിനെ ഒരു സംഖ്യവൽക്കരണമെന്നോ ഒക്കെ പറയുന്ന തരത്തിലേക്ക് അധപ്പതിക്കുന്ന ചിലരെയെങ്കിലും നമ്മൾ കാണാൻ ഇടയായി. നോക്കൂ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ രാജ്യം നൽകുന്ന ഒരു പരമോന്നത ബഹുമതി സ്വീകരിക്കാൻ അദ്ദേഹം അത് സ്വീകരിക്കുമ്പോൾ അതിനെ നമ്മൾ നെഞ്ചോട് ചേർക്കുകയല്ലേ വേണ്ടത്? നമ്മുടെയൊക്കെ സ്വന്തം മമ്മൂക്കയല്ലേ നമ്മളെ ചിന്തിപ്പിച്ചും കുറേയേറെ കരഞ്ഞും അദ്ദേഹത്തിന്റെ എത്രയോ കഥാപാത്രങ്ങൾ നെഞ്ചിൽ തട്ടി നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? അങ്ങനെ സന്തോഷിപ്പിച്ചും രസിപ്പിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ആ മഹാനടന് ആ ബഹുമതി കിട്ടുമ്പോൾ എന്തിനാണ് അതിൽ രാഷ്ട്രീയം കലർത്തുന്നത്? എന്തിനും ഏതിനും ഒക്കെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തുന്നത് ശരിയാണ്. മറ്റു ചിലരൊക്കെ ചോദിച്ചത് കണ്ടു, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, MP ആയിരിക്കുന്ന സമയത്ത് മകളുടെ കല്യാണം നടത്തിയപ്പോൾ മോദിജി വന്നപ്പോൾ കൈകൂപ്പിയില്ല. അപ്പോ അതിലുള്ള ഒരു കുറവ് നികത്താനാണോ ഇത്രയും വിനയാന്വിതനായിട്ട് നിന്നത് എന്ന് ഒരു ചോദ്യം. അതല്ല, ഇനി സുഡുക്കളെ സമാധാനിപ്പിക്കാനാണോ അന്ന് അങ്ങനെ ചെയ്തത്? അപ്പോ ഇപ്പൊ അദ്ദേഹം ചെന്ന് ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു തരത്തിലുള്ള ഒരു മറുപടി ആയല്ലോ എന്നുള്ള രീതിയിലൊക്കെ വളച്ചൊടിച്ചും തിരിച്ചും ഒക്കെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുടനീളം സമ്മാനിച്ച എത്ര 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 മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ. അതൊരു കഥാപാത്രമായിട്ട് പോലും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അല്ലെ? അദ്ദേഹം അതിൽ ജീവിക്കുകയായിരുന്നു എന്ന് തോന്നുന്ന എത്രയോ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരൊക്കെയും, ജസ്റ്റിസ് KT തോമസ്, ഇവർക്കൊക്കെയും ബഹുമതികൾ നൽകി. എന്നാൽ ഈ ബഹുമതിയൊക്കെ ലഭിച്ചതിനു ശേഷം എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുകൊള്ളണം എന്നൊന്നുമില്ല അല്ലെ? അങ്ങനെ ഒരു നിയമമേ ഇല്ല. എന്നാൽ മമ്മൂട്ടിയും കുടുംബവും അദ്ദേഹത്തെ പോയി കാണുകയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നറിയാം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു നിമിഷങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മോദിയെ പോയിട്ട് മമ്മൂട്ടി കാണുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ടോ? രാജ്യത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ഒരു കലാകാരനെ കണ്ടതിലുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഉണ്ടായിട്ടുണ്ടാകുക. അദ്ദേഹം അതിലൊരു രാഷ്ട്രീയമേ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. മാത്രമല്ല, നരേന്ദ്രമോദി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മമ്മൂട്ടിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ഫോട്ടോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മമ്മൂട്ടിയാകട്ടെ അത് രണ്ടാമത് അദ്ദേഹത്തിലേക്ക് ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഈ ഫോട്ടോയിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെ, ഫോട്ടോയിൽ സുൽഫിയുണ്ട്, അദ്ദേഹത്തിന്റെ മകൾ സുറുമിയുണ്ട്, ദുൽഖർ ഉണ്ട്, ദുൽഖറിന്റെ ഭാര്യ അമാലുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് കൊണ്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് ചിലർ ചിലർ വളരെയധികം വിഷം തുപ്പാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. ചിലർ കേട്ടോ, എല്ലാവരും എന്ന് നമുക്ക് പറയാൻ ആകില്ല. പക്ഷെ ആ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷം വമിപ്പിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് ഒരു പരമോന്നത ബഹുമതി നൽകേണ്ടതല്ലേ? അദ്ദേഹം അത് അർഹിക്കുന്നതല്ലേ? അതിന് നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ടോ? 10-28 വർഷം മുമ്പ് അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അന്ന് നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിഷം തുപ്പിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അന്ന് തുപ്പാത്ത വിഷം ഇന്ന് ഭരിക്കുന്നത് ബി.ജെ.പി. സർക്കാരാണ് എന്നുള്ളതിന്റെ പേരിൽ ഇത്തരത്തിൽ പറയുമ്പോൾ, മോദിയെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ കളങ്കം വന്ന് ഏൽക്കുന്നത് നമ്മുടെ നാട് നമുക്ക് സമ്മാനിച്ച ആ വലിയ മഹാനടന് കൂടിയല്ലേ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അദ്ദേഹം എത്രയോ വിനയാന്വിതനായിട്ടാണ്, ആ വീഡിയോയിലൊക്കെ എത്രയോ ഹമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പോയിട്ട് അത് ഏറ്റുവാങ്ങുന്നത്. ആ മഹത് നിമിഷത്തെ നമ്മളെ എപ്പോഴും നെഞ്ചോട് ചേർക്കുകയല്ലാതെ ഇത്തരത്തിലുള്ള അപവാദങ്ങളൊന്നും പറയരുത് എന്നുള്ളതാണ്. ചിലരുടെ നാവ് അങ്ങനെയാണ്. ചിലർക്ക് എത്ര എന്ത് പറഞ്ഞു നൽകിയാലും നാക്കിൽ വിളയാടുന്നത് ഇത്തരത്തിലുള്ള അപവാദങ്ങളായിരിക്കും. അവർക്ക് അതിനായിരിക്കും കഴിവ്. പക്ഷെ ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഇത്തരത്തിലുള്ള വിഷം തുപ്പുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യം നൽകിയ പരമോന്നത ബഹുമതി അല്ലെ, ഏറ്റവും വലിയ ബഹുമതിയാണ്. ആ ബഹുമതി ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ മമ്മൂക്ക അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ജാതി, നമുക്ക് എന്ത് മതം, നമുക്ക് എന്ത് രാഷ്ട്രീയം, ഇതൊന്നുമല്ല. അദ്ദേഹം നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ പലരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്, ആരാധിച്ചത്? അല്ലല്ലോ. അദ്ദേഹം നമുക്ക് തന്ന കഥാപാത്രങ്ങളിലൂടെയല്ലേ നമ്മൾ അദ്ദേഹത്തെ അറിയുന്നതും ആരാധിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെയും. അപ്പോ ആ കല എന്ന് പറയുന്നതിന്, കലയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. കലയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സംസാരത്തിന് സാധ്യതയേ ഇല്ല. ആ സാധ്യതയെ ഇല്ലാത്ത തരത്തിലാണ് വേണ്ടത്. അദ്ദേഹം ഷെയർ ചെയ്ത പോസ്റ്റിനും ഏതാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കുമൊക്കെ എത്ര എത്ര ലക്ഷം ലൈക്കുകളാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റാരും ചെന്ന് കാണുന്നില്ല. പക്ഷെ മോദിയെ അദ്ദേഹം കാണുമ്പോൾ, അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ആ ഓരോ നിമിഷവും കടന്നു പോയിട്ടുള്ളത്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തവരൊക്കെ സത്യത്തിൽ ഈ നാട്ടിലെന്നല്ല, ഇവരൊന്നും ജനിക്കേണ്ടതേ അല്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.